ഗൗതം ഗംഭീർ മുഖ്യ പരിശീലകനായതിനു പിന്നാലെ ഇന്ത്യൻ ടീമിൽ വലിയ അഴിച്ചുപണികളാണ് നടന്നത്. കൂടാതെ ശ്രീലങ്കൻ പര്യടനത്തിൽ ഇന്ത്യയുടെ തോൽവി ആരാധകരെ ഒന്നടങ്കം ഞെട്ടിക്കുന്നതായിരുന്നു. ഇതിനെ തുടർന്ന് ആരാധകരിൽ നിന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് ഉയർന്നത്. ഇപ്പോഴത്തെ ഇന്ത്യൻ ടീമിലേക്ക് ശക്തമായ തിരിച്ചുവരവിന് തയ്യാറെടുക്കുകയാണ് യുവ ഇടംകൈയ്യൻ വിക്കറ്റ് കീപ്പർ ഇഷാൻ കിഷൻ. സമീപകാലത്ത് ടീമിന്റെ വിക്കറ്റ് കീപ്പർമാരായ ഋഷഭ് പന്ത്, KL രാഹുൽ, സഞ്ജു സാംസൺ എന്നിവരുടെയൊന്നും പ്രകടനം അത്ര മികച്ചതായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇഷാനെ തിരികെ എത്തിക്കുന്നതിനായി സെലക്ടർമാർ തന്നെ പ്ലാൻ തയ്യാറാക്കുകയായിരുന്നു. ഈ വർഷം ദേശീയ ടീമിന് വേണ്ടി ഒരു മത്സരം പോലും അദ്ദേഹം കളിച്ചിട്ടില്ല. കഴിഞ്ഞ വർഷം അവസാനത്തെ സൗത്ത് ആഫ്രിക്കൻ പര്യടനത്തിലാണ് ഇഷാൻ അവസാനമായി ദേശീയ ടീമിനായി കളിച്ചത്. സൗത്ത് ആഫ്രിക്കൻ പര്യടനത്തിൽ ടെസ്റ്റ് ടീമിനോടൊപ്പം ഉണ്ടായിരുന്ന ഇഷാൻ പക്ഷെ പരമ്പര തുടങ്ങും മുമ്പ് ടീം വിടുകയായിരുന്നു. തനിക്ക് ചെറിയൊരു ബ്രേക്ക് ആവശ്യമാണെന്ന് താരം അഭ്യർത്ഥിക്കുകയും ടീം മാനേജ്മെന്റ് ഇത് അംഗീകരിക്കുകയും ചെയ്യുകയായിരുന്നു. അതിനുശേഷം നാട്ടിൽ തിരിച്ചെത്തിയ ഇഷാൻ രഞ്ജി ട്രോഫി ജാർഖണ്ഡിനായി കളിക്കുമെന്ന് പ്രതീക്ഷിച്ചെങ്കിൽ ഇതുണ്ടായില്ല. രഞ്ജി കളിക്കാതെ മുങ്ങി നടന്ന ഇഷാൻ എവിടെയാണെന്ന് പോലും ആഴ്ചകളോളം ആർക്കും അറിയില്ലായിരുന്നു. ഇതിനിടെ BCCയുമായി കരാറുള്ള കളിക്കാർ ദേശീയ ടീമിന്റെ ഭാഗമല്ലാത്തപ്പോൾ നിർബന്ധമായി ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ കളിക്കണമെന്നും അന്നത്തെ കോച്ചായ രാഹുൽ ദ്രാവിഡും BCCI സെക്രട്ടറി ജയ്ഷായും പരസ്യമായി പറഞ്ഞിട്ടും ഇഷാൻ ഇതെല്ലാം കണ്ടില്ലെന്ന് നടിക്കുകയായിരുന്നു. IPL മുംബൈ ഇന്ത്യൻസിനായി കളിച്ചാണ് കളിക്കളത്തിലേക്ക് ഇഷാൻ മടങ്ങിയെത്തിയത്. ഇതിനിടെ ആഭ്യന്തര ക്രിക്കറ്റ് കളിക്കാതെ മാറി നിന്നതിനെ തുടർന്ന് BCCയുടെ മുഖ്യ കരാറിൽ നിന്നും അദ്ദേഹത്തെ പുറത്താക്കുകയും ചെയ്തു. IPLന് ശേഷം T20 ലോകകപ്പ്, സിംബാബ്വെ പര്യടനം, ശ്രീലങ്കൻ പര്യടനം എന്നിവയെല്ലാം ഇന്ത്യ കളിച്ചെങ്കിലും ഇവയിലൊന്നും ടീമിലേക്ക് ഇഷാൻ പരിഗണിക്കപ്പെട്ടില്ല. ഇപ്പോഴത്തെ അദ്ദേഹത്തെ ഈ വർഷം തന്നെ ദേശീയ ടീമിലേക്ക് തിരികെ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് സെലക്ടർമാർ. ഇതിനായി ചില പ്ലാനുകളും അവർ ഒരുക്കിയിട്ടുമുണ്ട്. റെഡ് ബോൾ ക്രിക്കറ്റ് കളിച്ചുകൊണ്ട് മടങ്ങിയെത്താനാണ് ഇഷാനോട് സെലക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. ദുലീപ് ട്രോഫിയാണ് ഈ വർഷം നടക്കാനിരിക്കുന്ന ആദ്യത്തെ റെഡ് ബോൾ ടൂർണമെന്റ്. അതുകൊണ്ട് തന്നെ ഈ ടൂർണമെന്റിൽ ഉറപ്പായും കളിക്കണമെന്നാണ് ഇഷാനോട് സെലക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. അടുത്ത മാസം ആദ്യം നടക്കാനിരിക്കുന്ന ദുലീപ് ട്രോഫിയുടെ ദേശീയ ടീമിലേക്കും വമ്പൻ തിരിച്ചുവരവ് നടത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലായിരിക്കും അദ്ദേഹം. ടൂർണമെന്റ് തിളങ്ങിയാൽ അത് ഇഷാനെ സംബന്ധിച്ച് മാത്രമല്ല ഇന്ത്യൻ ടീമിനും വലിയ ആശ്വാസമായിരിക്കും. ആഭ്യന്തര ക്രിക്കറ്റിൽ കസറിയ ശേഷം ദേശീയ ടീമിലേക്ക് മടങ്ങിയെത്തിയാൽ വീണ്ടും BCCയുടെ മുഖ്യ കരാറിലും അദ്ദേഹം ഇടം പിടിക്കാൻ സാധ്യതയുണ്ട്. ഫോം വീണ്ടെടുത്ത് ഇഷാൻ തിരിച്ചെത്തിയാൽ ഏറ്റവും വലിയ തിരിച്ചടി നേരിടുക ഋഷഭിനും സഞ്ജുവിനുമായിരിക്കും. കൂടാതെ രാഹുലും പേടിക്കണം. ഋഷഭ് 3 ഫോർമാറ്റുകളും ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ ആണെങ്കിലും ടെസ്റ്റിലൊഴികെ മറ്റ് രണ്ടിലും ബാറ്റിംഗിൽ അത്ര മികച്ച പ്രകടനമല്ല നടത്തിക്കൊണ്ടിരിക്കുന്നത്. സഞ്ജു ആകട്ടെ ഏകദിനത്തിൽ മാത്രമാണ് തിളങ്ങുന്നത്. രാഹുലിന്റെ കാര്യമെടുത്താൽ അദ്ദേഹം ഏകദിനത്തിൽ മാത്രമേ അവിഭാജ്യ ഘടകമായിട്ടുള്ളൂ. ഇവയെല്ലാം പരിഗണിക്കുമ്പോൾ ഇഷാന് വലിയ സാധ്യതകളാണ് മുന്നിലുള്ളത്. ഉജ്ജ്വല ഫോമിൽ കളിക്കാനായാൽ വൈറ്റ് ബോൾ ഫോർമാറ്റുകളിൽ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ ആവാനും ടെസ്റ്റിൽ ബാക്കപ്പായി മാറാനും അദ്ദേഹത്തിന് സാധിക്കും.